ചങ്ങായിമാരെ, മിഞ്ഞാന്നിട്ട വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിന്. ആകെ ഒറ്റ കമൻറ്റേ വന്നിട്ടുള്ളൂ. കാരണം എൻ്റെ വീഡിയോ അത്ര വൈറൽ ആവുന്ന ഒരു പരിപാടിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, കമൻറ്റ് സെക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 കമൻറ്റ് വന്നാലായി. പക്ഷേ ആ കുഴപ്പമില്ല, അത് പിന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി. 2 പേരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഈ രാജ്യത്ത് കൂടി ആൾക്കാരുണ്ട്, പക്ഷേ കുറച്ച് പേരിലേക്ക് എൻ്റെ വീഡിയോ എത്തുന്നുള്ളൂ. പക്ഷേ എന്നാലും സന്തോഷമുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ MVD ഇഷ്യൂ ആയിട്ട് MVD ഉദ്യോഗസ്ഥൻ ഒരു വിദ്യാർത്ഥിനെ കർണത്തടിച്ചിട്ടുള്ള ആ ഒരു വീഡിയോനാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്, നിങ്ങൾക്കറിയോ പിന്നെ അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ, പിന്നെ ഇതെന്ത് UP മോഡലായെന്ന്, എന്താണ് UP മോഡൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എടോ, ഇതുവരെ നടക്കുന്നത് മൊത്തം, കേരളത്തിൽ നടക്കുന്നത് മൊത്തം UP മോഡൽ പരിപാടിയാണ്. വെറുതെ പോകുന്ന ആളെ പിടിച്ച് തല്ലുക, കൊലപാതകം, ഒരു കുടുംബത്തിലുണ്ടാകുന്ന കൊലപാതകം, ഇത് മൊത്തം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വരുന്നത്. മുമ്പൊന്നും കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായില്ല, സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ വളരെ റെയർ കേസാണ്. പക്ഷേ ഇപ്പം നടക്കുന്നത് മൊത്തം UPയിലുള്ള പോലത്തെയുള്ള പരിപാടികൾ തന്നെയാണ് നടക്കുന്നത്. നമ്മളെപ്പോലുള്ളവർ പ്രതികരിക്കുമ്പോഴാണ് ചിലരൊക്കെ പഠിക്കുന്നത്. എന്നോട് പറയുന്നത് ഒരു വീഡിയോയിൽ വന്നിട്ട് പറ, അതാണ് മാന്യത. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വണ്ടി എടുത്തിട്ട് പോകണം. അത് ചിലരൊന്നും ഹെൽമെറ്റ് ഇടുന്നില്ല, ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടല്ല, അവർ തന്നെ ചെയ്യേണ്ടതാണ്. അവർക്കൊരു ബോധം വേണം. ചെറിയ റോഡിലൂടെ പോകുകയാണെങ്കിലും ഹൈവേയിലൂടെ പോകുകയാണെങ്കിലും അവർക്ക് ജീവന് വിലയുണ്ടെങ്കിൽ, അവരുടെ ജീവന് വിലയുണ്ടെങ്കിൽ അവരതിടും, അല്ലാണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പം ഒരാൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന കണ്ടിട്ട് ഒരാളെ പിടിച്ച് തല്ലിയാൽ എന്ത് ചെയ്യും? എന്തായിരിക്കും അവസ്ഥ? നാളെ മുതൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, കേസ് കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഞാൻ ലോക്കപ്പിൽ കിടക്കും. അതേപോലെ തന്നെയാണ് ഈ പിന്നെ MVD ആയാലും ഹൈവേ പോലീസ് ആയാലും ആരെയും തല്ലേണ്ട അധികാരമില്ല. ഒരു ചെക്കിങ്ങിൻ്റെ ഇടയ്ക്ക് പിന്നെ പിടിച്ചു വെച്ചിട്ട് തല്ലേണ്ട അധികാരമില്ല. അത് ആ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കേണ്ടതാണ്. അയാൾ എന്താ പറയണ്ടേ, നിയമങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് പെരുമാറുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മളൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ അതിന് ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ഇയാൾ വീണ്ടും ഇത് ആവർത്തിക്കും. ഒരു വിദ്യാർത്ഥിനെ അന്ന് തല്ലിയേ, ഒരു വിദ്യാർത്ഥിനെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ആ പുള്ളി എന്നാ പറയണ്ടേ, വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, കള്ളക്കടത്തോ എന്തെങ്കിലും എന്നാ പറയണ്ടേ, വേറെ ആളെ വണ്ടി ഇടിച്ചിട്ടോ മറ്റോ വരുന്നതാണ്, കുഴപ്പമില്ല. അങ്ങനെയൊന്നുമല്ല. എന്നിട്ടാണ് എൻ്റെ കമൻറ്റിൽ വന്നിട്ട് ഈ പുള്ളി ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അവൻ എന്താ ചെയ്തതെന്ന് അറിയുമോ, അവൻ എന്താ ചെയ്തത് നിങ്ങൾക്കറിയുമോ? അപ്പോൾ അതാണ്, നമ്മളെയൊക്കെ വായി അടക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. നമ്മളെയൊക്കെ വായി അടച്ചാൽ നമ്മളൊന്നും പ്രതികരിക്കില്ലല്ലോ. അതൊന്നുമല്ല, നിങ്ങളൊക്കെ എന്ത് വേണ്ടിക്കലും പറഞ്ഞോ. കമൻറ്റ് സെക്ഷൻ അതിലാണ്, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻറ്റ് വരാനാണ്. അപ്പോൾ തെറ്റ് കാണുന്നിടത്ത് നമ്മൾ പ്രതികരിക്കും. ഓക്കെ.